ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചായിട്ടുള്ള ഡേവിഡ് കാറ്റല വരുന്ന സമയത്ത് ഒരു പെർഫോമൻസ് കോച്ചുമായിട്ടായിരിക്കും വരുന്നത്. മറ്റ് കോച്ചിങ് സ്റ്റാഫുകളൊക്കെ അടുത്ത സീസൺ ആകുമെന്നുള്ളത് മാർക്കസ് ട്വീറ്റിലൂടെ പങ്കുവച്ചതാണ്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിനോടൊപ്പം ഒരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് എന്ന നിലയിലായിരിക്കും ഒരാളുണ്ടാകുക. അദ്ദേഹത്തിൻ്റെ പേര് റാഫ മോണ്ടിനീഗ്രോ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ പെർഫോമൻസ് കോച്ച് അല്ല, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച്. അത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ പല ക്ലബ്സിലും കാണുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പം KBFCയിലൊക്കെ അടക്കം എല്ലാ വർഷവും ഒരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പം ആരാണ് ഈ റാഫ മോണ്ടിനീഗ്രോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് എന്താണ് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചസിൻ്റെ ഡ്യൂട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഞാൻ വേണേൽ ചെറുതായിട്ടൊന്ന് പറയാം. അതായത് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം ഫിറ്റ്നസ്, സ്പീഡ് ആൻഡ് എജിലിറ്റി, റീഹാബിലിറ്റേഷൻ, ഇഞ്ചുറി ആൻഡ് റിക്കവറി, അതുപോലെ ന്യൂട്രീഷൻ ഗൈഡൻസ്, അതുപോലെ ഡാറ്റ അനാലിസിസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഒരു ജോലി പരിധിയിൽ വിടുന്നത്. ഇനി റാഫ മോണ്ടിനീഗ്രോ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് മറ്റ് ചില ക്വാളിഫിക്കേഷൻസും കൂടി ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് സ്പോർട്സ് സയൻസ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഒരു ഡിഗ്രിയും അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ മാസ്റ്റേഴ്സും ഉണ്ട്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു യങ് ആയിട്ടുള്ള കോച്ചാണ്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കാനഡയിലാണ്. കനേഡിയൻ ക്ലബ്ബായിട്ടുള്ള അത്ലറ്റിക്കോ ഒട്ടാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. അവിടെ അദ്ദേഹം ഒരു ഫിറ്റ്നസ് കോച്ച് എന്ന ലെവലിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം സ്പെയിന് പുറത്ത് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്ലബ്ബ് കൂടിയായിരുന്നു അത്ലറ്റിക്കോ ഒട്ടാവ. അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരു ഫിറ്റ്നസ് കോച്ചായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ആദ്യം വാൻഡാലിയ ഡി പെലിഗ്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാനിഷ് ക്ലബ്ബിൽ, പിന്നീട് ഗ്രനഡ മാലാഗ എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് എല്ലാവർക്കും സുപരിതമായിട്ടുള്ള ക്ലബ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് അസിസ്റ്റന്റ് കോച്ചായിട്ടും ടെക്നിക്കൽ അസിസ്റ്റന്റ്, അങ്ങനെ പല ജോലികൾ അദ്ദേഹം ഒരു ഫുട്ബോളിംഗ് ക്ലബ്സിൻ്റെ സൈഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ അത്ലറ്റിക്കോ ഒട്ടാവയിൽ അദ്ദേഹം എത്തുന്നത്. അവിടെ നിന്ന് ഏതാണ്ട് കഴിഞ്ഞ നവംബറിലാണ് ക്ലബ്ബുമായിട്ട് വേർപിരിയുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നത്. പ്രൊഫൈൽ വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഇമ്പ്രസീവ് ഒക്കെ ആണ്. എന്താണെങ്കിലും ഇവിടെ വന്ന് അദ്ദേഹം എങ്ങനെ നമ്മുടെ ഒരു ടീമിന് ഗുണകരമായിട്ട് മാറും എന്നുള്ളത് നോക്കിക്കാണാം. യങ്ങാണ്, പെർഫോമൻസ് വൈസ് ഏത് തരത്തിലൊരു ഇതൊക്കെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് സനി.